ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഇന്ന് വന്നിരിക്കുന്നത് ഒരു യാത്രാവിശേഷവുമായിട്ടാണ്. ഇടുക്കിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഇടുക്കി ഡാമാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇടുക്കി ഡാം കാണാത്തവർക്കൊക്കെ ഇതൊരു നല്ല അനുഭവമായിരിക്കും. ഇടുക്കി ഡാം ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇടുക്കി ഡാമിന്റെ വിശേഷങ്ങൾ കണ്ട് മടങ്ങി വന്നാലോ. ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആലുവ സിറ്റിയിലാണ് കേട്ടോ. വീട്ടിൽ നിന്നും 6 മണിക്ക് ഇറങ്ങിയതാണ്, അതായത് മൂക്കുത്തലയിൽ നിന്നും 6 മണിക്ക് ഇറങ്ങിയതാണ്. ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നേരെ വൈകിയാണ് ആലുവയിൽ എത്തിയത്. ഇപ്പോൾ ഏകദേശം സമയം 1 മണിയോട് അടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ പെരിയാറിൻ്റെ തീരത്ത് തന്നെ നിലയുറപ്പിച്ച ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻ്റാണത്. ഓപ്പൺ ഏരിയ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ മുകൾ നിലയിൽ ഇരുന്ന് കഴിക്കാം. പെരിയാറിൻ്റെ നല്ല രസകരമായ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പോകാം. ഞങ്ങൾ ഏതായാലും മുകളിൽ നിലയിൽ കയറാൻ തന്നെ തീരുമാനിച്ചു. ആവശ്യമുള്ള ഭക്ഷണം നമുക്ക് എന്താണ് ഈ ഹോട്ടലിൽ കിട്ടുന്നത് അത് എന്തും ഓർഡർ ചെയ്യാം. കാരണം ഇത് ടൂർ പാക്കേജിൻ്റെ വകയായിട്ടുള്ളതാണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, രാത്രിക്കുള്ള ഡിന്നർ എല്ലാം ടൂർ പാക്കേജിൽ പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ഭക്ഷണമാണ് ഈ ഹോട്ടലിൽ കിട്ടുന്നത് അത് കഴിക്കാം. അപ്പോൾ ഇവിടെ മിക്കവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നതായി എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇലസദ്യയോടാണ് പ്രിയം, അതുകൊണ്ട് തന്നെ ഞാൻ ഇലസദ്യ ഓർഡർ ചെയ്തു. ഇതിൽ ഫിഷ് ഫ്രൈ, ഫിഷ് കറി എല്ലാം കിട്ടുട്ടോ. എന്തായാലും നല്ലൊരു ഫുഡായിരുന്നു ഇവിടുത്തേത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇടുക്കിയിലേക്കുള്ള യാത്രയാണ്. ഇടുക്കി ഡാം കാണുക എന്നതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രധാന അജണ്ട. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ തയ്യാറെടുപ്പിലാണ്. ഞങ്ങളുടെ ടൂർ വണ്ടി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കയറി യാത്രയാവാൻ പോവുകയാണ്. വിവേക് എന്നൊരു ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ സാരഥി. വളരെ ആക്റ്റീവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഒരു 26 പേരോട് കൂടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇടുക്കിയിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. കൂടുതൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കാരണം നല്ല മഴയായിരുന്നു. പിന്നെ പോകുന്ന വഴിയിലൊരു ബ്രേക്ക് ഡൗൺ, ഏതോ ഒരു മരം വീണിട്ട് കിടക്കുന്നുണ്ടായിരുന്നു വഴിയിൽ. അങ്ങനെ 1 മണിക്കൂർ അവിടെയും നഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇടുക്കിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഡാമിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ മുകളിലേക്ക് നടക്കുകയാണ്. കുറച്ചൊരു ഉയരം കൂടിയ സ്ഥലത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ഇടുക്കി ഡാമിന് ചുറ്റുഭാഗത്തുമുള്ളത്. നല്ല രസകരമായ പൂക്കളും നല്ല ഗാർഡനും എല്ലാം കൊണ്ടും മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടുക്കി ഡാമിലേക്കുള്ള വഴിയിലൂടെയുള്ള നടത്തം കുറച്ച് ശ്രമകരമാണ്. കാരണം കുറച്ച് ഉയരത്തിലൂടെ കയറി വേണം ഇങ്ങോട്ടെത്താൻ. എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ഭാഗത്തെല്ലാം ഒരുക്കിയിരിക്കുന്നത്. നല്ല മനോഹരമായ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്ന പൂക്കളും നമ്മൾ വീട്ടിലും നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ള പൂക്കളാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുക. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഡാമിനടുത്തേക്ക് തന്നെ നടന്നു നീങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള സൗകര്യപ്രദമായ ഒരു കടയും ഇവിടെ ഞങ്ങൾ കണ്ടു. ഇനി കുറച്ചുകൂടി മുകളിലേക്ക് ചെന്നാൽ നമുക്ക് ഡാം കാണാം. ഡാമിൻ്റെ യഥാർത്ഥ ഭാഗത്ത് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നിട്ടാണ് ഈ ഡാമിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡാമിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡാമിനെ ചിത്രീകരിക്കാം. ഇതാണ് പ്രസിദ്ധിയാർജിച്ച ഇടുക്കി ഡാം. ഇവിടെയാണ് ഈ ഡാമിലെ വെള്ളം മുഴുവൻ കെട്ടി നിർത്തിയിരിക്കുന്നത്. കുറച്ച് ദൂരത്തായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഡാം കാണാൻ കഴിയുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നേരെ കാണുന്നതാണ് ഡാം. പക്ഷേ അങ്ങോട്ട് നമുക്ക് പോകാനുള്ള അനുവാദം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. രസകരമായിട്ടുള്ള കാഴ്ചയാണ്. മൂടൽ മഞ്ഞും മഴക്കാറും എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു പോയി എന്നറിയാം. അപ്പോൾ നമുക്ക് ഈ ഡാമിലെ
ചുറ്റുവട്ടങ്ങളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് സന്ദർശിച്ച് മടങ്ങി വരാം. അങ്ങനെ ഇടുക്കി ഡാം സന്ദർശിച്ചു കഴിഞ്ഞു. ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അറേബ്യൻ ഹോളിഡേ എന്ന് പേരുള്ള ഒരു മനോഹരമായ റിസോർട്ടാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നെത്തിയത് രാത്രിയിലായിരുന്നു. പക്ഷേ രാത്രിയിൽ വീഡിയോ ചിത്രീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ റിസോർട്ട് പരിചയപ്പെടുത്തുകയാണ്. അതിനായി ചില ദിവസം കാലത്ത് ചിത്രീകരിച്ചതാണിത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഇടുക്കിയിൽ വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇടുക്കി ഡാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താമസ സൗകര്യം മനോഹരമായ ഒരു സ്ഥലത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസോർട്ടിലേക്ക് വരാം. ഇതിൻ്റെ ഫുൾ അഡ്രസ്സ് ഞാൻ അവസാന ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല. എനിക്ക് ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നാൽ ഈ റിസോർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനോഹരമായിട്ടുള്ള റിസോർട്ടാണ്. 10-30 പേർക്ക് സൗകര്യം ഉണ്ട് ഇവിടെ താമസിക്കാൻ. അത് ഫാമിലി റൂമുണ്ട്, സിംഗിൾ റൂമുണ്ട്, 3 പേർക്ക് കിടക്കാവുന്ന റൂമുകളുണ്ട്. അങ്ങനെ ഒരുപാട് റൂമുകൾ ഇവിടെ ഉണ്ട്. അറേബ്യൻ ഹോളിഡേ എന്ന ഈ റിസോർട്ടിൻ്റെ പൂർണ്ണ ദൃശ്യങ്ങൾ കാണുക. I was a lonely silhouette, needed somebody to show the way. Yeah, I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the darkness. You were the only thing I needed. Then we got older, but we stayed the same. Swear that we never lost the flame. No sorry.
സ്ഥലത്തിന് എന്തെന്ന പേര് പറയാം? കാൽവരിയുമുണ്ട്. ഇത് കൂട്ടക്കല്ല്. ശരിക്കും ഇതിന്റെ ഈ ഭാഗം ഇടുക്കിയാണോ? ഇടുക്കി ഇടുക്കിയുടെ ഒരു ഭാഗം തന്നെ കാൽവരിമൗണ്ട് എന്ന് പറഞ്ഞ പ്ലേസ്. കാൽവരിമൗണ്ട്. ഇവിടെ എത്ര റിസോർട്ട് ഉണ്ട് ടോട്ടൽ നിങ്ങൾക്ക്? ഇവിടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പുതിയൊരു പ്രോപ്പർട്ടി പണിയുന്നുണ്ട്. കപ്പിൾസ് കോട്ടേജും ഫാമിലി കോട്ടേജും ഒക്കെ ആയിട്ട് കൊല്ലത്തൊക്കെ ഇതിലുള്ള എല്ലാം വരുന്നുണ്ട്. നിങ്ങളുടെ നമ്പർ ഒന്ന് പറയൂ, പറഞ്ഞാൽ മതി. 9846250507. ഒന്നുകൂടെ പറയൂ. 9846250507.